ഹലോ എവരി വൺ. അങ്ങനെ ഫൈനലി ടി വി എസിന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ സ്പൈ ഷോട്ട് വന്നിട്ടുണ്ട്. സ്പൈ ഷോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പൈ ഷോട്ടിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ സുദർശൻ വേണു എന്ന് പറഞ്ഞിട്ടുള്ള ടി വി എസിന്റെ MD ഓടിക്കുന്ന ഒരു സ്പൈ ഷോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് ഇദ്ദേഹം ഓടിച്ച് ഇതേപോലെ അപ്ലോഡ് ചെയ്തിരുന്ന അവരുടെ സോഷ്യൽ മീഡിയാസിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നത് ടി വി എസ് റോണിന്റെ ടെസ്റ്റിങ്ങിന്റെ സമയത്തായിരുന്നു. ആ ഒരു ഇമേജ് വന്ന് ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും ടി വി എസ് റോണിൻ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ടി വി എസ് ലോഞ്ച് ചെയ്തു. സോ അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു മോഡലും ഏകദേശം ഒരു 2-3 മാസത്തിന് ശേഷം ടി വി എസിന്റെ RTX എന്ന് പേര് വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഹിമാലയൻ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 300cc അവർ ബെഞ്ച് മാർക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു മോഡൽ ഹിമാലയൻ ആണ്. പിന്നെ അടുത്തൊരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും പുതിയ ADV 390 കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേറെ വണ്ടികളൊന്നും ബെഞ്ച് മാർക്ക് വണ്ടികളൊന്നും വേറെ ഇമേജിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ വണ്ടി വരുന്നുണ്ട്. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന RTX 300 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. നിങ്ങൾ ആ ഒരു എഞ്ചിൻ്റെ ലേഔട്ടൊക്കെ നോക്കുക. ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ ഇമേജ് സെപ്പറേറ്റ് വേറെ കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ പറയുന്ന RTX 300 എന്ന് പറയുന്ന ADV യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്തുകൊണ്ട് ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ADV കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു ADV വന്ന് അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പുതിയ ADV 390നെ കൂടെ ഒരു ബെഞ്ച് മാർക്കാക്കി എടുക്കാനായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ ഇതിൽ മനസ്സിലാക്കാനാണ് സാധിച്ചിരിക്കുന്നത്. സീറ്റ് കാണുമ്പോൾ നമുക്ക് ഹിമാലയൻ 450യുടെ സീറ്റ് പോലെ തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം എങ്ങനെയിരിക്കും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. എന്തായാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല, ഒരു അഡ്വഞ്ചർ ടൂറാണ്, അത് കൺഫേം ആണ്. സോ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ TVSന്റെ അപ്പാച്ചി എന്ന് ചാൻസസ് ഉണ്ട്. ഈ ഒരു പേര് തന്നെയാണ് വരാൻ ചാൻസ് ഉള്ള TVS അപ്പാച്ചി RTX 300 ADV കുറിച്ച് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.